തുടർച്ചയായ 2 തെരഞ്ഞെടുപ്പുകളിലെ പരാജയത്തോടെ നിയമസഭയിൽ പ്രാതിനിധ്യം തന്നെ നഷ്ടപ്പെട്ട RSPക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടം തന്നെ. അതുകൊണ്ട് തന്നെയാണ് കൊല്ലം മണ്ഡലത്തിൽ ഷിബു ബേബി ജോണിനെ കളത്തിലിറക്കാൻ RSP UDFിൽ അവകാശവാദം തുടരുന്നത്. ഇതിനിടെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ MP കൂടിയായ NK പ്രേമചന്ദ്രനും അസംബ്ലി സീറ്റ് മോഹവുമായി RSPയിൽ കരുനീക്കം സജീവമാക്കിയിരിക്കുകയാണ്. 2016-ലും 2021-ലും കൈവിട്ടുപോയ ഇരവിപുരമോ ചവറയോ ലക്ഷ്യമാക്കിയാണ് പ്രേമചന്ദ്രന്റെ നീക്കം. MP സ്ഥാനം രാജിവെച്ച് NK പ്രേമചന്ദ്രൻ കളത്തിലിറങ്ങാൻ നടത്തുന്ന ശ്രമം കൊല്ലം സീറ്റിനു വേണ്ടിയുള്ള പാർട്ടിയുടെ അവകാശവാദത്തിന്റെ ആക്കം കുറയ്ക്കുമെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം. ഷിബു ബേബി ജോണിനെ അസ്വസ്ഥനാക്കുന്നതും ഇതുതന്നെ. അതേസമയം കൊല്ലം സീറ്റ് കോൺഗ്രസ് RSPക്ക് വിട്ടു നൽകിയില്ലെങ്കിൽ അത് അവസരമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് LDF. UDFിനുള്ളിൽ സ്വരച്ചേർച്ചയില്ലായ്മയെന്ന് പലകുറി പരസ്യമായി പ്രതികരിച്ച ഷിബു ബേബി ജോണിനെ ഇടത് പാളയത്തിലെത്തിക്കാൻ ഇതിനോടകം തന്നെ CPM നീക്കം നടത്തിയതായാണ് വിവരം. UDFിന് ഭരണം ലഭിച്ചാൽ ഒരു മന്ത്രിസ്ഥാനമേ ലഭിക്കൂ എന്നതാണ് മുൻ മന്ത്രിമാരായ NK പ്രേമചന്ദ്രനെയും ഷിബു ബേബി ജോണിനെയും സുരക്ഷിത മണ്ഡലങ്ങൾ തേടാൻ നിർബന്ധിതരാക്കുന്നതും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡാൻ കുര്യൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, ഇത് കോൺഗ്രസ് എംപിമാരുടെ നിയമസഭാ മോഹം നേരത്തെ തന്നെ നമ്മൾ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോൾ RSPയിൽ ഈ നീക്കം ഉണ്ടാകുമ്പോൾ അതുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ലോ. പ്രത്യേകിച്ച് RSPക്ക് നിയമസഭാ പ്രാതിനിധ്യമില്ല എന്ന് മാത്രമല്ല, UDFിലേക്കുള്ള പോകാനുള്ള തീരുമാനം NK പ്രേമചന്ദ്രന് മാത്രമേ ഗുണപ്പെട്ടുള്ളൂ. പാർട്ടി തകർന്നുപോയി എന്ന ആക്ഷേപം നിലവിൽ തന്നെ ആ പാർട്ടിക്കകത്തുണ്ട്. അതിനിടയിലാണ് ഇത്തരമൊരു നീക്കം കൂടി. അങ്ങനെയെങ്കിൽ മറിച്ച് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെ CPMും എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? സജിത്ത്, 2016 മുതൽ നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ല RSPക്ക്. അത് അവരുടെ അടിത്തറയെ, പ്രത്യേകിച്ച് കൊല്ലം ജില്ലയിൽ ചവറയിലും കൊല്ലത്തും ഇരവിപുരത്തുമൊക്കെയുള്ള പാർട്ടിയുടെ അടിത്തറയെ വലിയ തരത്തിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്, ഇളക്കം തട്ടിയിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ RSP നേതൃത്വത്തിനുണ്ട്. അതിനിടയിലാണ് നിയമസഭയിൽ എങ്ങനെയെങ്കിലും തിരിച്ചെത്തണം, ജീവൻ മരണ പോരാട്ടത്തിലൂടെ അടുത്ത തവണ സഭയിൽ എത്തിയേ പറ്റൂ എന്നൊരു നിലപാടിലേക്ക് ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയത്. അങ്ങനെയാണ് കൊല്ലം സീറ്റ് തന്നെ ലക്ഷ്യമാക്കി ഷിബു അവകാശവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം മുന്നണിക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനിടയിലാണ് കോൺഗ്രസിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ അടക്കം വലിയ പിന്തുണയോടെ മികച്ച പാർലമെന്റേറിയനായി പേരെടുത്ത NK പ്രേമചന്ദ്രനും സമാനമായ ആഗ്രഹവുമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള കരുനീക്കം തുടങ്ങിയിരിക്കുന്നത് എന്നതാണ് കോൺഗ്രസിനെയും പ്രത്യേകിച്ച് RSPയിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ തർക്കങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത്. അതായത് ഇരവിപുരമോ അതല്ല എങ്കിൽ ചവറയോ, ഇതിൽ നായർ സമുദായ പ്രാതിനിധ്യം കൂടുതലുള്ള ഇരവിപുരത്ത് താൻ മത്സരിച്ചാൽ അവിടെ M നൌഷാദിനെ പരാജയപ്പെടുത്താൻ കഴിയും എന്നൊരു വിലയിരുത്തൽ പ്രേമചന്ദ്രനുണ്ട്. ചവറയാണെങ്കിലും കടുത്ത പോരാട്ടത്തിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രേമചന്ദ്രന്റെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെയും വാദം. പക്ഷേ അവിടെ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം നമ്മൾ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ UDF അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഘടകകക്ഷി എന്ന നിലയിൽ ഒരു മന്ത്രിസ്ഥാനം മാത്രമായിരിക്കും RSPക്ക് ലഭിക്കുക. ആ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് 2 മുതിർന്ന നേതാക്കൾ, അതായത് ഷിബു ബേബി ജോൺ കൊല്ലത്ത് നിന്ന് ജയിച്ചു കയറുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം ആ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങനെ വന്നാൽ ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും ഒരേപോലെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ക്ലെയിം ഉന്നയിക്കുന്ന സാഹചര്യം വരും. അത് പാർട്ടിയിൽ പിന്നീട് വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കും. അത് തന്നെയാണ് NK പ്രേമചന്ദ്രന്റെ നീക്കം ഷിബു ബേബി ജോണിനെ അസ്വസ്ഥമാക്കുന്നതിന്റെ കാരണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് ഏത് വിധനെയും കൊല്ലം സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശവാദം അദ്ദേഹം പല കോണുകളിലൂടെ സമ്മർദ്ദ നീക്കമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എടുത്തു പറയേണ്ട കാര്യം, കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഷിബു ബേബി ജോണിനേക്കാൾ കൂടുതൽ ഒരു ഇഴയെടുപ്പം NK പ്രേമചന്ദ്രനോട് ഏതോ ഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ഷിബു ബേബി ജോൺ മുന്നണിയുടെ പ്രവർത്തനം സ്വരച്ചേർച്ചയോടെയല്ല മുമ്പോട്ട് പോകുന്നത് എന്ന പ്രസ്താവന പലതവണ മാധ്യമങ്ങളോട് നടത്തിയത് UDFിനെ വെട്ടിലാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്നൊരു വിലയിരുത്തൽ കൂടി നേതൃത്വത്തിനുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിൽ NK പ്രേമചന്ദ്രനെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇരവിപുരത്ത് മത്സരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുകയും കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കൊല്ലത്തിന് വേണ്ടി വീണ്ടും അവകാശവാദം ഉന്നയിക്കുക എന്ന് പറയുന്നത് ഷിബു ബേബി ജോണിന് മുമ്പിൽ വലിയ വെല്ലുവിളിയായി മാറും. അദ്ദേഹത്തിന് മണ്ഡലം ലഭിക്കാനുള്ള, സീറ്റ് ലഭിക്കാനുള്ള സാധ്യത എത്രത്തോളം എന്ന ചോദ്യം തന്നെ ഉയരും. അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ
CPM ഇതിനോടകം തന്നെ പാളയത്തിലേക്ക് ഇടതുപാളയത്തിലേക്ക് ഷിബുവിനെ എത്തിക്കാൻ നീക്കം നടത്തിയ CPM അത് ഏറ്റവും സുവർണാവസരമായി കരുതും. അവിടെ ഷിബുവിനെ ഒപ്പം ചേർക്കാനുള്ള നീക്കങ്ങൾ CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകും. ഷിബു ഏസ് മൂളുന്ന ഒരു സാഹചര്യമുണ്ടായാൽ പിന്നെ അത് RSPയിൽ വലിയ പിളർപ്പിലേക്കായിരിക്കും വഴിവെക്കുക. അതുകൊണ്ട് UDF-നെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും RSPയെ സംബന്ധിച്ചുമൊക്കെ ഏറെ ആശങ്കയുളവാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് ഈ നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന അവരെ അനുകൂലിക്കുന്ന നേതാക്കൾക്കിടയിൽ നിലനിൽക്കുന്ന തർക്കം രമ്യമായി പരിഹരിച്ചുകൊണ്ടൊരു സെറ്റിൽമെന്റിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് RSPക്ക് മുന്നിലെ വെല്ലുവിളി. പക്ഷേ NK പ്രേമചന്ദ്രൻ മത്സരിക്കാനുള്ള താൽപര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നമുക്ക് നൽകുന്ന സൂചന. അതാണ് RSPയിൽ ഉണ്ടാവുന്ന പ്രതിസന്ധി. എന്തായാലും MP എന്ന രീതിയിൽ മണ്ഡലത്തെ അടുത്തറിയാവുന്ന വ്യക്തി എന്ന സാധ്യതയാണ് നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള നീക്കത്തിന് പിന്നിൽ NK പ്രേമചന്ദ്രൻ കാണുന്നത്. പ്രേമചന്ദ്രന്റെ നീക്കത്തെ മറികടക്കാൻ കോൺഗ്രസിന് കഴിയുമോ, മറിച്ച് ഷിബു ബേബി ജോൺ മറ്റൊരു ബദൽ നീക്കത്തിന് ഒരുങ്ങുമോ? അങ്ങനെ RSP രാഷ്ട്രീയം നിർണായകമായ സങ്കീർണമായ ഒരു സാഹചര്യത്തെ നേരിടുകയാണ്. നമുക്ക് കാത്തിരിക്കാം. വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർച്ചയുണ്ടാവും. ഒരു ഇടവേള